നമസ്കാരം. ഡി എ കുടിശ്ശിക സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്ക് എന്തിനാണ് ഡി എ കൊടുക്കണമെന്ന് കഷ്ടമാണ്. ഡി എ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 പ്രാവശ്യം മാർക്കറ്റിലെ വില സൂചിക കൂടുന്നതിനനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അന്തസ്സായി ജീവിക്കാൻ ആണ് ഡി എ. ഇതിപ്പോൾ കുടിശ്ശിക പ്രഖ്യാപിച്ച ഡി എ അവസാനത്തെ ഡി എ കിട്ടുന്ന എപ്പോഴാണെന്നറിയാവോ? 2031. എന്താണിത്? ഇനി അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകുന്ന ഡി എ എപ്പോൾ കിട്ടും? 2026, 27, 27, 28, 28, 29, 29, 30 4 വർഷങ്ങളിലായിട്ട് 6 മാസം ഇടവിട്ട് 8 ഡി എ കിട്ടും. ഡി എ കിട്ടുമെന്ന് പറഞ്ഞാൽ കയ്യിലല്ല, അത് PF-ൽ ലയിപ്പിക്കും. പിന്നെ ലയിപ്പിക്കണത് 4 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ പെൻഷൻ ഒന്നുകിൽ മുമ്പേ പെൻഷൻ പറ്റണം, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ് അതെടുക്കാം. എന്ന് പറഞ്ഞാൽ അവസാനത്തെ വർഷത്തിൽ 2029-30 വർഷത്തിൽ പിൻവലിക്കാൻ പറ്റുന്നത് 34-ലാണ് പിൻവലിക്കാൻ പറ്റുന്നത്. അതിന് മുമ്പ് ഉള്ളത് 31-ൽ പിൻവലിക്കാം, 32-ലോ 33, 34-ലാണ് പിന്നെ പിൻവലിക്കാൻ പറ്റുന്നത്. എന്നാൽ അവരിപ്പോൾ ആദായ നികുതി കൊടുക്കണം. അതിപ്പോൾ ടാക്സ് അത് കണക്കാക്കുമല്ലോ, ഡി എ കൂടി അനുസരിച്ച് ടാക്സ് കണക്കാക്കുമല്ലോ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്നിട്ട് ഡി ആർ കൂട്ടിയോ? രണ്ട് ഡി ആർ കൊടുക്കാനുണ്ട്. ശമ്പള പരിഷ്കരണ സമയത്ത് പെൻഷൻകാർക്ക് 2 ഡി ആർ കൊടുക്കാനുണ്ട്. ഞാൻ ഈ 2 ഡി ആർ കൊടുക്കാനുണ്ടെന്നുള്ള വീഡിയോ ചെയ്തപ്പോൾ കണ്ണൂരിൽ ചില ചേട്ടന്മാർ, മുതിർന്ന 80 വയസ്സൊക്കെ ഉള്ള ചേട്ടന്മാർ എന്നെ വിളിച്ചിട്ട്, അവരെ വിളിക്കുമ്പോഴേ അറിയാം അവരാരാണ്, അവരുടെ ശബ്ദം എന്താണ്, അവരുടെ ടോൺ എന്താണ്, ഒരു അസഹിഷ്ണുത കേൾക്കുമ്പോഴേ അറിയാം. അവർ വലിയ ബോളം ഉണ്ടാക്കും. നിങ്ങളെന്തിനാണ് ധനമന്ത്രി ഓർഡർ ഇറക്കിയില്ലല്ലോ ഡി എയുടെ ഓർഡർ ഇറക്കുമ്പോൾ അതിനകത്ത് കാണും ആര് പറഞ്ഞു അപ്പടി ഈ ചക്ക കൊക്കാണ് കോണാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഓർഡർ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഉണ്ടോ നിങ്ങളെ 2 ഡി ആർ? നിങ്ങൾക്ക് ഡി ആർ കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് ഡി അലവൻസ് കിട്ടാൻ വേണ്ടിയും ഡി ആർ അലവൻസ് കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കെന്താ കിട്ടുന്നത്? ഞങ്ങൾക്കിതിൻ്റെ വേറെ കാര്യം. പക്ഷേ ഞങ്ങളൊരു വിഷയത്തിൽ ഇടപെട്ടാൽ സീരിയസ് ആയിട്ടും സത്യസന്ധമായി ഇടപെടും. അത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. നിങ്ങൾ തിരക്കി നോക്കിയാലേ ഞങ്ങൾ എങ്ങനെയാണ് വീഡിയോസൊക്കെ ചെയ്യുക. ഞങ്ങൾക്ക് വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ചിലർ പറയും മോഡിക്കെതിരെ ചെയ്തില്ല. മോഡിക്കെതിരെ ചെയ്യാൻ വിഷയം വേണ്ടേ? കോവിഡ് കാലത്ത് കൊടുക്കാനുള്ളതിൻ്റെ വിഷയം ഒഴിച്ച് ബാക്കിയൊരു വിഷയം വേണ്ടേ? ഇപ്പം ഡി അവർ കൊടുക്കുമെന്നല്ലേ പറഞ്ഞ്? കൊടുക്കുമെന്ന് പറയാർക്കെതിരെ വീഡിയോ ചെയ്യണോ? ഇനി കൊടുത്തു എന്ന് പറഞ്ഞ് ഈ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കൊടുക്കുകയല്ലേ. ഇവിടെ ഇത് കൊടുക്കുന്നില്ല. ഉടനെ ഇന്നലെ വിളിച്ച ആൾ വീണ്ടും പറയുന്നത് കർണാടൻ്റെ കാലത്ത് കൊടുക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ കർണാടൻ്റെ കാലത്ത് ഞങ്ങൾക്ക് ചാനലില്ലല്ലോ. കർണാടക കാലത്ത് ഞങ്ങൾക്ക് ചാനലില്ല. ഞങ്ങൾക്ക് ചാനലുള്ളത് ഇപ്പോഴാണ്. ഞങ്ങൾക്ക് ബാലഗോപാലിനോട് വ്യക്തിപരമായിട്ട് എതിർപ്പില്ല. ഞങ്ങളുടെ ബന്ധുവല്ല, ഞങ്ങളുടെ ശത്രുവല്ല, ഒന്നുമല്ല. കേരള ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ KN ബാലഗോപാൽ എടുക്കുന്ന നിലപാടുകളോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഡി എ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ അടുത്ത വർഷങ്ങൾക്കുള്ള ഡി എ കൊടുക്കാൻ പുള്ളിയുടെ ഓർഡർ എന്തിനെന്നേ? അടുത്തിന് ഗവൺമെൻറ് ആര്? UDF ആണോ LDF ആണോ? ആർക്കറിയാം. ഇനി UDF ആണ് വരുന്നതെങ്കിൽ ഇവരെന്ത് ചെയ്യും? UDF ഇതിനെ വേറെ രൂപത്തിലേക്ക്, വേറെ രീതിയിൽ കൊടുക്കാൻ 4 മാസം കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ, 4 പ്രാവശ്യമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇവരെ 8 പ്രാവശ്യം പോയില്ലേ? അപ്പം അതല്ല രീതി. ഇത് നോട്ട് ഫെയർ, നോട്ട് എ ജെൻറ്റിൽമാൻഷിപ്പ്. ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനകത്ത് തന്നെ സൂചിപ്പിക്കണം. ഈ വീഡിയോ തന്നെ സൂചിച്ച് പോയാൽ എളുപ്പമുണ്ട്. ഇന്നലെ എന്നെ ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്ന് 85 വയസ്സുള്ളൊരു കോളേജ് പ്രിൻസിപ്പാൾ വിളിച്ചു, റിട്ടയർഡ് പ്രിൻസിപ്പാൾ. അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ടുള്ള റിട്ടയറായ ഒരു പ്രിൻസിപ്പാൾ, 96 വയസ്സുള്ള ഒരു വയസ്സായ പ്രിൻസിപ്പാൾ മരിച്ചുപോയി. അപ്പോൾ ആ മരണ വീട്ടിലേക്ക് അവരവിടെ പോവുമായിരുന്നു. ചെന്ന് അവർ മരണ ചടങ്ങെല്ലാം കഴിഞ്ഞ് അവർ വളരെ സീനിയറാണ്. 85 വയസ്സ് 80 വയസ്സായവരൊക്കെ ആണല്ലോ. അവിടെ ചെന്ന് ഈ 96 വയസ്സുള്ള പ്രിൻസിപ്പാൾ, മരിച്ചുപോയ പ്രിൻസിപ്പാളിൻ്റെ വീട്ടിൽ അവർ സ്വകാര്യ സംഭാഷണത്തിൽ നിന്നപ്പോൾ ഈ ഡി ആറിനെ സംബന്ധിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 96 വയസ്സായ ആൾ മരിച്ചുപോയല്ലോ. മരിച്ച ആളിന് ഡി ആർ ഉണ്ട്. അദ്ദേഹത്തിന് 100-ാം വയസ്സിലാണ് ഡി ആർ കിട്ടണത് ജീവിച്ചിരുന്നെങ്കിൽ. എന്തൊരു സംവിധാനമാണിത്? ഇതെന്ത് വ്യവസ്ഥയാണ്? എന്നിട്ട് നമ്മൾ പറയാം നമ്മൾ ലോകത്തിൽ ഒന്നാമതാണ്. മിണ്ടരുത്. നമ്മൾ ഒന്നാമതാണ് ലോകത്തിൽ. മാനവ വികസന സൂചികയിൽ ഒന്നാമതാണ്. 96 വയസ്സാളിന് ഡി ആർ മൊത്തം കൊടുക്കില്ല. അടിയന്തരമായി ഗവൺമെൻറ് ആലോചിക്കണം. VP ജോയിയുടെ കമ്മിറ്റി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്കും, കിടപ്പ് രോഗികൾക്കും, മാരകമായ അസുഖങ്ങളുള്ളവർക്കും, പാരാലിസിസ് വന്നിട്ടുള്ളവർക്കും, പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ള ബെഡ് റിഡൻ ആയിട്ടുള്ളവർക്കും, എണീറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾക്കുമൊക്കെ 70 വയസ്സ് കഴിഞ്ഞവർക്ക്, അങ്ങനെയുള്ള ആരായാലും 56 വയസ്സ് കഴിഞ്ഞവരായാലും റിട്ടയർ ആയിട്ടുള്ള ആരായാലും അവർക്കും, പിന്നെ നോർമൽ ആരോഗ്യമുള്ളവർക്ക് 70 വയസ്സ് കഴിഞ്ഞവർക്കും DA പ്രഖ്യാപിച്ചാൽ ഇമ്മീഡിയറ്റ് മുഴുവൻ കുടിശ്ശികയും ക്യാഷായിട്ട് കൊടുക്കണം.
പിന്നെ അവർ ജീവിച്ചിരിക്കാൻ അവർക്ക് ആഗ്രഹമില്ല, ഇതില്ലെന്നേ, ജീവിച്ചിരിക്കുന്നില്ലെന്നേ. ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഈ പണമൊക്കെ കിട്ടി മക്കൾക്ക് കൊടുക്കുകയോ ചെറുമക്കൾക്ക് കൊടുക്കുകയോ എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കുകയോ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുകയോ ചികിത്സിക്കുകയോ നല്ല ഡ്രസ്സ് എടുക്കുകയോ ടൂർ പോവുകയോ. ജീവിച്ചിരിക്കുമ്പോൾ ആഘോഷിക്കാനുള്ളതല്ലേ, കൊടുക്കൂല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം 85 വയസ്സായി. ഇന്നലെ എന്നെ വിളിച്ച പ്രൊഫസർക്കിന് 89ാമത്തെ വയസ്സിലാണ് ഈ പെൻഷൻ ഇത് കിട്ടുന്നത്, DR കിട്ടുന്നത്. എന്തൊരു നാടാണിത്. എന്നിട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനോ അസോസിയേഷനോ കുറേ സംഘടനകളുണ്ട് ഇവിടെ. വലിയ കാര്യമുണ്ടോ? ചായ കുടിച്ച് പിരിയും. അവർ വലിയ പ്രസംഗമൊക്കെ നടത്തും. ആഗോളവൽക്കരണത്തിനെതിരെ, തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് അനുകൂലമായിട്ടൊക്കെ വലിയ ബഹളമായിരിക്കും. സാമ്രാജ്യത്വത്തിനെതിരെ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ, ദാരിദ്ര്യ വിമുക്ത കേരളത്തിന് അനുകൂലമായി, മോദിക്കെതിരെ, വർഗീയതയ്ക്കെതിരെ അവൻ വലിയ ബഹളമാണ്. നോക്കൂ, ഉഗാണ്ടയിലേക്ക് നോക്കൂ. അവിടെ ഇപ്പോൾ ഏതോ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ പാർട്ടി അധികാരത്തിൽ വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരുന്ന് കൈയടിച്ച്, സ്വന്തം കൺമുന്നിലെ പെൻഷൻ ഇല്ല ബുക്കിൽ. ഇതെന്ത് നാടാണ്? അതുകൊണ്ട് DR ഇനിയും തീരുമാനിക്കാം ഗവൺമെൻറ്റിന്. 70 വയസ്സ് കഴിഞ്ഞവർക്കും കിടപ്പ് രോഗികൾക്കും ബെഡ് റിഡൻ ആയിട്ടുള്ളവർക്കും അടിയന്തരമായി DR കൊടുക്കണം. 2 DR, അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ 2 DR കൊടുത്തിട്ടില്ല. അതിൻ്റെ അനാമലി പരിഹരിക്കണം. ഈ DOയുടെ ഓർഡർ ഇറങ്ങിയിട്ടും അത് വന്നില്ല, അത് പരിഗണിക്കണം. പിന്നെ ഈ 4 പ്രാവശ്യം കൊടുപ്പ് പണി ജോയി, ഇനി അടുത്ത വരുന്ന റിപ്പോർട്ടെങ്കിലും ഡോക്ടർ VP ജോയി റിപ്പോർട്ട് കൊടുക്കണം. ഇത് പറ്റത്തില്ല. കർശനമായി DA എന്ന് പറയുന്നത് അതാത് സമയത്ത് മനുഷ്യർക്ക് കിട്ടേണ്ട ആനുകൂല്യമാണ്. അവർക്ക് ശമ്പളത്തോടൊപ്പം തന്നെ കിട്ടേണ്ടതാണ്. അവർക്ക് അവരുടെ സാമൂഹ്യ സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ കൊടുക്കുന്ന ക്ഷാമബത്തയും ക്ഷാമ ആശ്വാസവുമാണത്. അത് കിട്ടേണ്ടത് ക്ഷാമകാലത്താണ്, വയസ്സായിട്ടല്ല, 4 വർഷം കഴിഞ്ഞിട്ടല്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരവ് കൂടി ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കണം. അത് കർശനമായി പാലിക്കപ്പെടാനുള്ള നിയമങ്ങളും ഉണ്ടാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അല്ലാതെ 4 പ്രാവശ്യം 8 പ്രാവശ്യമായി 4 വർഷം കൊണ്ട് വർഷത്തിൽ 6 മാസത്തിലൊരിക്കൽ DA കൊടുക്കുമ്പോൾ ഇനി വരാൻ പോണ തമാശ എന്താണെന്നറിയാവോ ബാലഗോപാൽ ജി? അടുത്ത വർഷം വരുന്ന DA ആര് കൊടുക്കും? ഈ 4 വർഷത്തിനിടയ്ക്ക് വരുന്ന 8 DA ആര് കൊടുക്കും? അത് വീണ്ടും അടുത്ത 4 വർഷം കിട്ടുമോ? ഇതൊരു കഷ്ടമാണ്. എന്തൊരു ഖജനാവി പൈസ ഉണ്ടെന്നും പറയുന്നു. പൂച്ച പറ്റി കിടക്കുന്നതെന്ന് സതീശൻ പറഞ്ഞപ്പോൾ ഒരു പൂച്ചയും പറ്റിയിട്ടില്ല. പൂച്ച പറ്റുന്നത് സതീശൻ്റെ വീട്ടിലെ കാർഷെഡിലാണ്. ഇവിടെ ആവശ്യമുള്ള പൈസ ഉണ്ടെന്നും പറയുന്നു. എന്നിട്ട് നിങ്ങൾ കൊടുക്കാത്തെന്താ? ഇത് ഉഡായിപ്പാണ്, തട്ടിപ്പാണ്. അങ്ങേക്ക് ധനകാര്യ വകുപ്പ് പോയിട്ട് ഒരു വകുപ്പും ഭരിക്കാനുള്ള കഴിവില്ല. അത് സമ്മതിക്കുക. ദയവായി അങ്ങ് മത്സരിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. മത്സരിച്ചാലും അങ്ങ് മന്ത്രി പദവിയിലേക്ക് വരരുത്. LDF വരികയാണെങ്കിൽ അങ്ങനെ വന്നാലും ഏതെങ്കിലും ചെറിയ വകുപ്പിലിരുന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക. ധനകാര്യ വകുപ്പ് കുറച്ചുകൂടി തലയിൽ ഓളമുള്ള ആരെങ്കിലും ഏൽപ്പിക്കുക.